CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഷഹർബാൻ വിജയിച്ചു. 48 വോട്ടിനാണ് ഷഹർബാൻ വിജയിച്ചത്. LDF 337 വോട്ടും UDF-ന് 268 വോട്ടും BJP-ക്ക് 289 വോട്ടും ലഭിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് ചൊവ്വന്നൂർ പഞ്ചായത്തിനു സമീപത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF വിജയാഹ്ലാദ പ്രകടനം നടത്തി. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെത്തി. ചിങ്ങംകാവ് ആദൂർക്കുന്ന് സീനിയർ ഗ്രൗണ്ട് പരിസരവാസികളാണ് പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത്. പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. വടക്കേകാട് നായരങ്ങാടിയിൽ സ്കൂട്ടറിനു പിറകിൽ ബുള്ളറ്റിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. മൂന്നാംകല്ല് സ്വദേശി തലക്കോട്ടൂർ വീട്ടിൽ 70 വയസ്സുള്ള ജോസിനാണ് പരിക്കുപറ്റിയത്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വിശേഷാൽ പൂജകൾക്കു ശേഷം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി കൊടിയേറ്റി. ആദൂർ മഹാത്മാ LP സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. കുണ്ടഴിയൂർ GMUP സ്കൂളിൽ 112-ാം വാർഷികവും രക്ഷാകർതൃ സംഗമവും 3.5 പതിറ്റാണ്ടുകാലത്തെ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന AS രാജു മാസ്റ്റർക്കുള്ള യാത്രയയപ്പും നടന്നു. ഭൂനികുതി കുത്തനെ ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെ വടക്കേകാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈലത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പെരുമ്പടപ്പ് ബ്ലോക്ക് ഭിന്നശേഷി സംഗമം ഡാസിൽ എന്ന പേരിൽ ആഘോഷിച്ചു. പുറങ്ങ് ബീവൂസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പൊന്നാനി MLA P നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കുരഞ്ഞിയൂർ GLP സ്കൂളിലെ അധ്യാപകനും എഴുത്തുകാരനുമായ സോമൻ ചെമ്പ്രത്തിന്റെ മകൻ മഴയത്തു നിൽക്കുന്നുണ്ട് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഫിഷറീസ് വകുപ്പും പുന്നിയൂർകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി പടുതക്കുളത്തിലെ വരാൽ മത്സ്യകൃഷി പുന്നിയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 14-ാം വാർഷികവും റമദാൻ റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനവും ട്രസ്റ്റ് വനിതാ വിംഗ് സംഘടിപ്പിക്കുന്ന മതവിജ്ഞാന സദസ്സ് പ്രഖ്യാപനവും നടത്തി. കടവലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന കളംപാട്ട് തുടങ്ങി. കുരഞ്ഞിയൂർ GLP സ്കൂൾ 90-ാം വാർഷികവും യാത്രയയപ്പും ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന സമിതി അംഗം സുലേഖ ഹസീസ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.